അതാ അവൻ വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. നമുക്ക് ഈ ടെറസിലെ ടൈൽസിനെ കുറച്ച് പൊട്ടിച്ചു വെക്കാം. അവൻ ആ ടൈൽസ് ചവിട്ടുമ്പോൾ അവൻ താഴേക്ക് വീഴും. അപ്പോ നമുക്ക് അവനെ പിടിക്കാം. ഐഡിയ. പക്ഷെ അത് പെട്ടെന്ന് ആവണം പണ്ണി. അവൻ വന്നോണ്ടിരിക്കുക. അത് കൊള്ളാം. എത്ര പേര് പറഞ്ഞാലും സമ്മാനം വാങ്ങിക്കാൻ താഴെ തന്നെ വരണം. സംശയമുണ്ടോ? സംശയമൊന്നുമില്ല, തീർച്ചയാണ് ഇവൻ കള്ളൻ തന്നെയാണ്. കള്ളൻ. ഞാൻ കള്ളനല്ല, കലാകാരനാണ്. അതിന് നിങ്ങൾക്ക് എന്ത് കലയാ അറിയാവുന്നത്? ഞാനൊരു പാർക്കോർ ആർട്ടിസ്റ്റ് ആണ്. പാർക്കർ ആർട്ടിസ്റ്റ് ആണെന്നോ? എന്റെ പൊന്ന് കണിച്ചേട്ടാ, അവർ തുള്ളിച്ചാടി ഓടിക്കൊണ്ടിരുന്നില്ലേ, അതിനെയാണ് പാർക്കോർ എന്ന് പറയുന്നത്. പാർക്കോർ ആർട്ടിസ്റ്റ്. അതെല്ലാം ശരിയാണ്, പക്ഷെ അവൻ എന്തിനാ മോഷ്ടിക്കുന്നത്? കള്ളന്റെ പുറകെയല്ലേ ആൾക്കാർ ഓടി വരികയുള്ളൂ. ഒരു കലാകാരന്റെ പുറകെ ആരെങ്കിലും ഓടി വരുമോ? എനിക്ക് കാര്യം പിടികിട്ടി. ആരോ വരാൻ പോവാണ്. നമ്മുടെ വീട്ടിലേക്ക് ആരാണ് വരാൻ പോകുന്നത്? ഏതോ മജീഷ്യൻ വരാൻ പോകുന്നാ എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ നിനക്കറിയാം? കാരണം അവർക്ക് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാൻ കഴിയും. അങ്ങ് തീർച്ചയായും എന്റെ ഏറ്റവും വലിയൊരു അതിഥിയാണ്. അല്ല, ആരായിരിക്കും പുതിയ അതിഥി? ഒരു പക്ഷേ പാറുക്കാരായിരിക്കോ? അല്ല. ഭയൽവാൻ ഖാൻ? അല്ല. ചിലപ്പോ പാലുകാരനായിരിക്കും. രാവിലെ പാല് തരാൻ വന്നിട്ട് വൈകിട്ട് പൈസ ചോദിക്കാൻ വരുന്നതായിരിക്കും. പെറ്റ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമേ അല്ലേ? അതിന്റെ അടുത്തേക്ക് പോലും വരില്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. വരുന്ന അതിഥി കാരണം നമുക്കൊരു 8ന്റെ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. അതെയോ? ബോർഡിംഗ് സെന്ററിലോ? എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതിഥി വരുന്നത് കാരണം നമ്മളെ എല്ലാരെയും മാഡം ബോർഡിംഗ് സെന്ററിലേക്ക് അയക്കാൻ പ്ലാൻ ചെയ്യാണെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ബണി. നമുക്ക് എന്തായാലും നല്ല പെറ്റ്സ് ആയിട്ട് മാറാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മേഡം നമ്മളെ ബോർഡിംഗ് സെന്ററിലേക്ക് അയക്കില്ല. സൂപ്പർ ഐഡിയ. നോക്കൂ കുട്ടികളെ, വീട്ടിലേക്ക് അതിഥി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കുറച്ച് ജോലി ചെയ്തു തരണം. മേഡം, ഞങ്ങളുണ്ട്. എല്ലാ പണിയും ഞങ്ങൾ ചെയ്യാം. ഈ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നോളൂ. അങ്ങ് സുഖമായിട്ട് വിശ്രമിച്ചോളൂ. അതെ മാഡം, അങ്ങ് സുഖമായിട്ട് വിശ്രമിച്ചോളൂ. ഇതൊരു സ്പെഷ്യൽ എണ്ണയാണ്. ഈ എണ്ണ പെട്രോളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സ്പീഡ് നമുക്ക് കിട്ടും. ഹണി, നീ തന്നെ ഒഴിക്ക്. കഴുതേ, നീ എന്തിനാ തലേ തേച്ചത്? നീയല്ലേ പറഞ്ഞത് ഒഴിക്കാൻ? എടാ കഴുതേ, തലയിലല്ല, വാട്ടർ പമ്പിലാണ് ഞാൻ ഒഴിക്കാൻ പറഞ്ഞത്. എല്ലാം വേഗം വാങ്ങിക്കണം. നീ എന്തിനാ ഇത്ര അധികം വാങ്ങിയത്? നമുക്ക് നമ്മുടെ വാതിലിൽ ഒരു നോട്ടീസ് അടിച്ചൊട്ടിച്ചാലോ? അതിൽ എങ്ങനെ എഴുതാം, നമ്മുടെ വീട്ടിലെ ഒരു നെക്ലേസും ഇല്ല എന്ന്. എന്തൊരു ബുദ്ധി. ഒരു പക്ഷെ കള്ളന് വായിക്കാൻ അറിയില്ലെങ്കിലോ? എങ്കിൽ നമ്മൾ അയാളെ വായിച്ച് കേൾപ്പിക്കാം. കള്ളം വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഒളിപ്പിച്ച് വെക്കാം. അത് ശരിയാണ്. നമുക്കിതിനെ ബേസ്മെന്റിൽ ഒളിപ്പിച്ച് വെക്കാം. കള്ളനല്ല, കള്ളന്റെ അപ്പൂപ്പൻ വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കിത് അവനിൽ വെച്ചാലോ? ആർക്കും സംശയം വരില്ല നമ്മൾ നെക്ലസ് എടുത്ത് അവന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കാന്ന്. ഇത് നെക്ലസ് ആടാ, സമോസയോ ബജ്ജിയോ ബോണ്ടയോ അല്ല. അവനിൽ വെച്ച് ചൂടാക്കി കഴിക്കാൻ ഞാൻ ഇതിനെ എന്റെ കൂട്ടിനകത്ത് വെക്കാം. അപ്പൊ എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവുമല്ലോ.
ഹണി നീ ഇതെന്താ ചെയ്തത്? ബോക്സിനെ കത്തിച്ചോ? ഞാനല്ല, ഈ അവനാണത് ചെയ്തത്. ഓ, ഇതിന് വല്ലാത്ത ചൂട്. നീ തന്നെ അങ്ങ് പിടിച്ചോ. അയ്യോ, എന്തൊരു ചൂടായത്, എന്റെ കൈ പൊള്ളിപ്പോയി. ഇന്നാ നീ പിടിച്ചോ. തങ്കം എവിടെ? കൊച്ചിന് സുഖമില്ലാത്തോണ്ട് തങ്കം 2 ദിവസമായി ലീവിലാ. എടാ കഴുതേ, ഞാൻ ബോക്സിൽ വെച്ച തങ്ക നെക്ലസിന്റെ കാര്യമാണ് പറഞ്ഞത്. സംശയമുണ്ടോ? സൂക്ഷിക്കണേ കൊച്ചാളിയാ, നീ പടമായി പോകരുത്. മറ്റവൻ നിന്നെ ഒരു മൈലാക്കി തീർന്നു. സംശയമുണ്ടോ? പിടിക്കൂ വേഗം. കള്ളനെ പിടിക്കാനാണോ പറഞ്ഞേ? ഏയ്, ഊ. ഏയ്, ഊ, ഊ. ജോർദാർ, നിനക്കവനെ പിടിക്കാൻ കഴിയും. പെട്ടെന്ന് ചെന്ന് ആ കള്ളന്റെ കയ്യിൽ നിന്ന് ബെൽറ്റ് എടുക്ക്. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിൽ ചിലപ്പോ മേഡത്തിന് നെക്ലസ് ഉണ്ടാവും. ഒരു കലാകാരനെ ഒരിക്കലും അവന്റെ കഴിവിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. ഹണി, ഹണി, ഞങ്ങളെ സഹായിക്ക്. നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞാനുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. നീ നിന്റെ തടിയെ സൂക്ഷിച്ചോണം കേട്ടോ. എടാ എന്റെ പൊന്ന് ഹണി, ഞങ്ങളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്ക്. നിങ്ങളെന്താ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്? അത് നല്ല രസമായിരിക്കും, അതുകൊണ്ടാണ്. ഹണി, ഞങ്ങളെ താഴെ ഇറക്ക്. ഇപ്പൊ നല്ല രസമുണ്ടല്ലോ, പിന്നെ എന്തിനാ താഴെ ഇറക്കുന്നത്? ഞങ്ങൾക്ക് ഒരുപാട് രസം വേണ്ട, ഒന്ന് സഹായിക്ക്. മരം ചേട്ടാ, എന്റെ കൂട്ടുകാരൊന്ന് വെറുതെ വിട്ടേക്ക്. നീ സംസാരിക്കുന്നത് മരത്തിന് മനസ്സിലാവില്ല. എന്റെ ഹണി, നീ എന്താ ഈ ചെയ്യുന്നത്? മരത്തിന് സംസാരിക്കുന്നത് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇൻസ്ട്രുമെന്റിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അടിച്ചു പൊടിച്ചു തിമിർത്തോ. ഇവിടെ നമ്മുടെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഒടുക്കലത്തെ മ്യൂസിക്. കടിച്ച് കടിച്ച് കറുമുറ കഴിക്കാൻ നല്ല മുറുക്ക്, ഹണി വെക്കാൻ പോകുന്നു നല്ല അടിപൊളി മ്യൂസിക്. അടികൈ. ആദ്യം ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വന്നോട്ടെ, എന്നിട്ട് ആവശ്യം പോലെ കൈ അടിക്കാം. എന്റെ അമ്മച്ചി, അത് ദാ താഴെ പോയി. വേഗം പിടിക്ക്. എല്ലാവരെയും പിടിക്കാൻ. വീഡിയോ എടുക്ക്. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ഇത് എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് മാത്രമാണ് പിടികിട്ടാത്തത്. എടാ പോപ്പട്ടെ, ക്യാമറ എന്താ പേഷ്യന്റ് ആണോ നീ ഓപ്പറേഷൻ ഒക്കെ ചെയ്യാനായിട്ട്?
ആ സംഭവം ഓക്കേ. ഇനി എന്താണ് ചെയ്യേണ്ടത്? പോപ്പട്ട് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കേ. മിസ്റ്റർ ബുള്ളിന്റെ യഥാർത്ഥ രൂപം കിട്ടും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ആക്ഷൻ. എന്റെ കുട്ട, നീ എത്ര നല്ലവനാണ്. നിന്നെ ഇങ്ങനെ ആലിങ്ങനെ ചെയ്യാൻ എത്ര രസമാണ്. മിസ്റ്റർ ബുള്ളിന് കാര്യങ്ങൾ പിടികിട്ടിയെന്നാ തോന്നുന്നേ. എടാ പെട്ടെന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കേ. ഓക്കേ, ആക്ഷൻ. ആ ക്യാമറ ഇങ്ങോട്ട് തരൂ കുട്ടി. തരൂന്നേ, ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കാം. തരൂ എന്റെ കുട്ടി, തരൂന്നേ. ഈ വീഡിയോ കണ്ടാൽ അറിയാം മിസ്റ്റർ ബുൾ എത്ര അപകടകാരിയാണെന്ന്. എടാ ഹണിക്കുട്ട, നിന്റെ കയ്യിൽ എങ്ങനെയാടാ മൊബൈൽ വന്നത്? അത് ഇവിടെ ടേബിളിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഫോൺ ആരുടേതാ? എന്റെ മൊബൈൽ ഞാനിവിടെ മറന്നു വെച്ചു. അതാരെങ്കിലും കണ്ടായിരുന്നോ? തരൂ കുട്ടികളെ, മിസ്റ്റർ പാണ്ഡെയുടെ മൊബൈൽ ഞാനത് അദ്ദേഹത്തിന് കൊടുത്തോളാം. ആ പണി ഞങ്ങൾക്കും ചെയ്യാൻ അറിയാമല്ലോ. ഗം എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത്? പോപ്പട്ടെ, ഒന്നുകൂടി അമർത്തി പിടിക്ക്. പ്രഷർ കൊടുക്ക് പോപ്പട്ട്, നല്ല പ്രഷർ കൊടുക്ക്. യോ, ഓയ്ഷ്, യോ. എടാ കുറച്ചുകൂടെ നന്നായിട്ട് അമർത്തി പിടിക്ക്. നീ തോത്താറാമിന്റെ കൂട്ടുകാരനല്ലേ? നിനക്ക് നാണമില്ലേ? യോ, ഈ, ആ. എടാ എന്താണ് ഈ സംഭവിച്ചത്? എടാ ഞാൻ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എടാ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അല്പ ബുദ്ധിയുടെ ഉപയോഗിച്ചൂടെ നിനക്ക്? എടാ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചതാ. വീണ്ടും എന്തിനാടാ കുളിപ്പിക്കുന്നേ? മരം ഉണങ്ങിയിരിക്കുകയല്ലേ, അതിന് വെള്ളം ഒഴിച്ച് ഞാൻ തളിർപ്പിക്കാൻ നോക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ മരം മുറിക്കാനാവില്ല. അടിച്ചു പൊളിച്ചു തിമർത്തു. ഈ ഐഡിയ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് അതിബുദ്ധിമാന്മാർക്ക് വരുന്ന ബുദ്ധിയാണ് പോപ്പട്ട്. വലിയ പട്ടുപോയ മരത്തിന് വെള്ളമൊഴിച്ച് അതിനെ രക്ഷപ്പെടുത്താനാവില്ല. അതിൽ നമ്മൾ പച്ചപ്പുണ്ടാക്കിയെടുക്കണം. എന്റെ അടുത്ത് പച്ച നിറമുണ്ട്. അത് വെച്ച് നമുക്ക് മരം മുഴുവൻ പച്ച നിറമാക്കാം. വാഴ നട്ടാൽ അതിന്റെ മൂട്ടിൽ നിന്നും കിട്ടും കന്ന്. ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഉണക്കമരം എങ്ങനെ പച്ചമരമാക്കാമെന്ന്. അടികൈ. ഹണി, ഒരില പോലും ഇല്ലാത്ത മരത്തെയാണ് നമ്മൾ പട്ടുപോയ മരമെന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ ഇലയുണ്ട്, അതുകൊണ്ട് ഇത് പട്ടുപോയ മരമല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ പോണം. നമ്മൾ എത്തുന്നതിന് മുമ്പ് അവിടെ അതിഥി എത്തുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മളെ മേഡം തീർച്ചയായും പുറത്താക്കും. സാധനങ്ങളൊക്കെ എവിടെ? അതൊക്കെ എപ്പോഴോ റെഡിയാണ്. സംശയമുണ്ടോ? ലിസ്റ്റിൽ 5 സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തിനാ ഇത്ര അധികം വാങ്ങിയത്? നീയല്ലേ എന്നോട് പറഞ്ഞത് ഒരു സാധനങ്ങളും വിടാതെ എല്ലാം വാങ്ങണമെന്ന്? കഴുതേ, ഞാൻ ലിസ്റ്റിൽ എന്തെഴുതിയിരുന്നോ അതാണ് ഒന്നും വിടാതെ വാങ്ങാൻ പറഞ്ഞത്. നീ മുഴുവൻ കട തന്നെ വാങ്ങിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? തിരിച്ചു കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഒരുപാട് സമയം നഷ്ടമാകും. മാഡത്തിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ ആ സാധനങ്ങൾക്ക് എടുത്തോട്ടെ. ബാക്കി വരുന്ന സാധനങ്ങൾ നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കാം. സംശയമുണ്ടോ? എന്നാൽ ഇത് മുഴുവൻ കാറിൽ എങ്ങനെയാണ് കയറ്റാൻ പറ്റുക? ഇനിയിപ്പോ എന്താ ചെയ്യുക? ആരാടാ എന്റെ കണ്ണിൽ മുളക് പൊടിയിട്ടത്? എനിക്ക് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേഗം പറ, നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? കൊച്ചളിയാ ലെഫ്റ്റിൽ പോ. കൊച്ചളിയാ ഇപ്പൊ റൈറ്റിൽ പോ. വലിയളിയാ, എനിക്ക് കണ്ണു നീറുന്നു. വേഗം വെള്ളം താ, ഇത് ഞാൻ കഴുകട്ടെ. അല്ല, ഇത് എന്താണ്? മേഡം, അത് ഹൽവയുടെ പാക്കറ്റാണ്. അത് ഇതുവരെ കാണാനില്ലായിരുന്നു, എന്നാ ഇപ്പൊ കണ്ടു കിട്ടി. ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് സംസാരിക്കാം.
രക്ഷിക്കേ. എടാ പോപ്പട്ടിനെ വേഗം രക്ഷിക്കണം, പെട്ടെന്ന് വാ. പോപ്പട്ടിനെ വേഗം രക്ഷിക്കണം. വെൽക്കം മാഡം, വെൽക്കം. നിങ്ങളുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എന്റെ കുട്ടികളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആട്ടെ, നിങ്ങളുടെ കുട്ടികൾ എവിടെ? മിസ് കാട്ട്കാർ, കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായയോ കൂൾ ഡ്രിങ്ക്സോ? നിങ്ങൾ ചായ എടുക്കുന്നത് വരെ ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഓ, ആ? മിസ്റ്റർ കൂൾ, ആട്ടെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ആഡിൽ അത് കാണിച്ചിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട് കുട്ടികളെ, തീർച്ചയായും. പക്ഷെ അതിനകത്ത് വെള്ളം ഉണ്ടാവില്ലേ? നിറഞ്ഞു കിടക്കുകയാണ്. പേടിക്കണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ജിമ്മുണ്ടോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ ഇത് തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. വേഗം വാ, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കാം. സ്വിമ്മിംഗ് പൂൾ നിറയെ വെള്ളമുണ്ടെന്ന് പറഞ്ഞ് അവൻ അവസാനം നമ്മളെ കുഴിയിലേക്കാണ് തള്ളിയത്. സംശയമുണ്ടോ? എന്താ ഈ കുട്ടികൾ ആവശ്യമില്ലാത്ത ഓരോ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാർ ഇതൊന്നെടുത്ത് കഴിച്ചു നോക്കിയേ, എന്നിട്ട് പറയൂ. ഇതൊന്നും ആഡിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് ആടിലുണ്ടായിരുന്നെങ്കിൽ ആ കാട്ട്കാർ എന്ന് പറയുന്ന മണ്ടി നിങ്ങൾ എവിടേക്ക് കൊണ്ടുവരുമായിരുന്നോ? പിന്നെ ഞാൻ എങ്ങനെയാ കാശുണ്ടാക്കുക? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിന്റെ അർത്ഥം ഞങ്ങളെ മണ്ടന്മാരാക്കുകയായിരുന്നല്ലേ? ആടിലുള്ള ഒന്നും തന്നെ ഇവിടെയില്ല. ഇവിടെ ജിമ്മുമില്ല, ഒന്നുമില്ല. ഓ, അപ്പൊ ബണ്ണിയെ കൊണ്ട് തോത്താറാമനെ പോലെ ആവാൻ കഴിയില്ല അല്ലേ? അതുപോലെ ഇവിടെ സ്വിമ്മിംഗ് പൂളുമില്ല. അപ്പൊ പോപ്പട്ടിനെ കുളിക്കാനും കഴിയില്ലേ? സ്വിമ്മിംഗ് പൂളിലെ കുളിക്കുള്ളൂ പറഞ്ഞ് അവൻ ഇന്നലെ മുതൽ കുളിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ വിശ്രമം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. എപ്പോഴും ജോലി, ജോലി മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തുടങ്ങിക്കോളൂ. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ ഇവിടെയൊക്കെ വൃത്തിയാക്കണമെന്നാണോ? വെരി ഗുഡ്. നീ എന്തായാലും വളരെ ഇന്റലിജന്റ് ആണല്ലോ. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി. ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മളെ തന്നെ പണിയെടുപ്പിക്കാൻ നോക്കുകയാണ്. ഇതൊന്നും ഞങ്ങളെടുത്ത് നടക്കില്ല. മനസ്സിലായല്ലോ? ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഈ ബുൾഡോഗ്സിന് മനസ്സിലായോ എന്തോ? ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തുപോയി ഇൻസ്പെക്ടർ പാണ്ഡയോട് കാര്യങ്ങളെല്ലാം പറയണം. ഇൻസ്പെക്ടർ പാണ്ഡ, റിപ്പോർട്ടിംഗ് സർ. ഞാൻ വിചാരിച്ചത് സാറിന്റെ വോയിസ് ആണെന്നാണ്. നിങ്ങൾ ഇവിടെ എന്തെടുക്കാണ്? മിസ്റ്റർ കൂൾ ഗൈ എല്ലാരെയും പറ്റിക്കുകയാണ്. എല്ലാരെയും കബളിപ്പിച്ച് ഒരുപാട് കാശ് തട്ടിയെടുക്കുന്നു. ഈഷ്, പാണ്ഡയുടെ ഏരിയയിൽ കയറി കബളിപ്പിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ മിസ്റ്റർ കൂൾ ഗൈയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈഷ്, വേഗം പോ. ഇവിടെയുള്ള ഈ സീറ്റ്സ് പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാം ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക.
ഇത് കടിച്ച് എന്റെ ഒരു പല്ല് തന്നെ പോയി കിട്ടി. എന്താ ഈ കുട്ടികൾ ആവശ്യമില്ലാത്ത ഓരോ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാർ ഇതൊന്നെടുത്ത് കഴിച്ചു നോക്കിയേ, എന്നിട്ട് പറയൂ. ഇതെന്തായാലും നല്ല രുചിയുള്ളത് തന്നെയാ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഒരു നല്ല മനുഷ്യനെ കുറ്റം പറയുന്നത്? ഞങ്ങൾ കള്ളം പറയുകയല്ല. അങ്ങേക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ ബട്ടൺ ഒന്ന് അമർത്തി നോക്കിയേ, അപ്പോ അങ്ങേക്ക് എല്ലാം മനസ്സിലാവും. എന്റെ കുട്ടി ഈ റിമോട്ട് കുറച്ച് നാളായിട്ട് കേടാണ്. ഇതിന്റെ ബാറ്ററി തീർന്നുകൊണ്ടുള്ള പ്രശ്നമായിരിക്കാം. ഇനി നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതാ പോപ്പട്ട്, ഈ റിമോട്ട് പിടിച്ചോ. അടിച്ചു പൊളിച്ചു നിമിർന്നു. ഇതാ പിടിച്ചോളൂ മിസ്റ്റർ കൂൾ ഗായ്, അങ്ങയുടെ റിമോട്ട്. പേടിക്കണ്ട, ഞാൻ ബാറ്ററി മാത്രമേ മാറുകയുള്ളൂ. നിങ്ങൾ തന്നെ ഓൺ ചെയ്ത് നോക്കിക്കോളൂ. ഇൻസ്പെക്ടർ പാണ്ട, ആ ബട്ടൺ അമർത്തിക്കൊള്ളൂ. കൊച്ചളിയാ, AC മാത്രമേ ഓടാനുള്ളൂ. എന്റെ അമ്മച്ചി, ഇതെങ്ങനെയാ സംഭവിച്ചത്? നോക്കൂ, ഇപ്പോൾ നിങ്ങൾ പറയുന്നു റിമോട്ടിനാണ് പ്രശ്നമെന്ന്. ശരിയാണ്, ഈ റിമോട്ടിന് പ്രശ്നം തന്നെയാണ്. റിമോട്ടിനല്ല പ്രശ്നം, നിങ്ങളുടെ തലയ്ക്കാണ്. കൂടെ എന്റെ സമയം നിങ്ങൾ പാഴാക്കിയിരിക്കുന്നു.